മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടല്ലോ, വാപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം ചോദിക്കാതെ അകത്ത് കിടക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കളുണ്ടല്ലോ, മൂന്ന് സമയങ്ങളിൽ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ടേ കിടക്കാ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ മൂന്ന് സമയങ്ങളിൽ ഒന്നാമത്തെ സമയമേതെന്നറിയോ? അത് സുബഹിക്ക് മുമ്പുള്ള സമയവാ. സുബഹിക്ക് മുമ്പുള്ള സമയമുണ്ടല്ലോ, നട്ടുച്ച സമയമുണ്ടല്ലോ, ഇശാഇന്റെ ശേഷമുള്ള സമയമുണ്ടല്ലോ. ഈ മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചുമക്കളുണ്ടല്ലോ, വാപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിനകത്ത് കടക്കാ പാടില്ല, അനുവാദം ചോദിക്കാതെ പ്രവേശിക്കാ പാടില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? സുബഹിക്ക് മുമ്പുള്ള സമയം വാപ്പയും ഉമ്മയും നല്ല ഉറക്കത്തിലാണ്. സുബഹിക്ക് മുമ്പുള്ള സമയം വാപ്പയും ഉമ്മയും നല്ല ഉറക്കത്തിലാ. അവരുടെ ഔറത്തുകൾ തുറന്നു കിടക്ക, ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്ക, വാപ്പയുടെ ഔറത്ത് തുറന്നു കിടക്ക. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോള് അനുവാദം ചോദിക്കാതെ റൂമിനകത്തേക്ക് കടന്നു ചെന്നാ വാപ്പയുടെ ഔറത്ത് കാണുമല്ലോ, വാപ്പയുടെ ഔറത്ത് കാണുമല്ലോ. ആ കുഞ്ഞിന്റെ മനസ്സിന്റെ ഉള്ളിലത് തറയ്ക്കുമല്ലോ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നമകൻ ഉമ്മയുടെ ഔറത്ത് കണ്ട, അല്ലാഹുവേ, ആ കുഞ്ഞ് വളർന്നു വരുമ്പോ അവന്റെ ജീവിതത്തിൽ അത് ബാധിക്കുമെന്ന് ഖുർആനാ പറഞ്ഞത്. സുബഹിക്ക് മുൻപുള്ള സമയം, നട്ടുച്ച സമയം വല്ലാത്ത ചൂടാട്, വാപ്പയും ഉമ്മയും വസ്ത്രങ്ങൾ ഊരിയിട്ടിട്ട് കിടക്കുന്ന സമയമാ. ഇശാഇന്റെ ശേഷം ബെഡ്റൂമിനകത്ത് അവര് വസ്ത്രം മാറിയിട്ട് കിടക്കുന്ന സമയമാ. ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ പ്രായപൂർത്തിയായ മക്കളല്ല, 10-15 വയസ്സുള്ള മക്കളല്ല, 7, 8, 9 വയസ്സുള്ള ചെറിയ മക്കളുണ്ടല്ലോ, അവര് പോലും ഇത് സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോ, വാപ്പാ, നിന്റെ വീടിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുവോ? നിന്റെ വീടിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുവോ? ഇംഗ്ലീഷ് പടം കാണുന്നത് നീയും നിന്റെ മക്കളും ഒരുമിച്ചിരുന്നല്ലേ? നരപ്പാവാടയിട്ടിട്ട് ഇവിടെ നിന്ന് പറയാൻ എനിക്ക് അല്ലാഹുവേ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അരപ്പാവാടയിട്ടിട്ട് കടന്ന് ആടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്നത് വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന, പിന്നെ നിന്റെ മക്കള് തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, കാസർഗോഡ് ജില്ല നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു കഥ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഒരു പെണ്ണ് ഗർഭിണിയായി, ഒരു ഉമ്മ ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് അല്ലാഹുവേ 1.5 കൊല്ലമായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി. പക്ഷേ ഒരു പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയാവുകയാ. എങ്ങനെയാണ് ഗർഭിണിയായതെന്നറിയുന്നില്ല. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 വർഷമായി. ഒരു പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയായി. എങ്ങനെ ഗർഭിണിയായി എന്നറിയില്ല. ആകെ വിഷയമായി. ഖുർആൻ എടുത്തിട്ട് ആ പെണ്ണ് സത്യം ചെയ്തു പറയുന്നു, എന്റെ ഭർത്താവല്ലാതെ ഒരു മനുഷ്യനും എന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല. ആ പെണ്ണ് സത്യം ചെയ്തിട്ട് പറയുന്നു, എന്റെ ഭർത്താവല്ലാതെ ആരും എന്നെ തൊട്ടിട്ടുമില്ല. പക്ഷേ ഗർഭിണിയായി. പിന്നെ എങ്ങനെ ഗർഭിണിയായി? ഒരു പിടിയും കിട്ടണില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, +1 പഠിക്കുന്ന മകന്റെ സ്വഭാവത്തിൽ ചെറിയ ഒരു മാറ്റം കണ്ടു. 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന മകന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം കണ്ടപ്പോ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോ അവൻ പറഞ്ഞു കൊടുത്തു, ഉമ്മാടെ വയറ്റി കിടക്കണ കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമ്മാടെ വയറ്റി കിടക്കണ കുഞ്ഞിന്റെ വാപ്പ ഞാനാ. മയക്കുമരുന്ന് കൊടുത്തിട്ട് ഉമ്മാനെ മയക്കി കിടത്തിയിട്ട് ഇവൻ ഈ പണി ഒപ്പിച്ചു. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് പടം കാണുന്നത്, ഹിന്ദി പടം കാണുന്നത്, എന്റെ പ്രിയമുള്ളവരെ, നീയും നിന്റെ മക്കളും ഒരുമിച്ചിരുന്ന. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, സ്വന്തം ഉമ്മാന്റെയും വാപ്പാന്റെ ഔറത്ത് പോലും മക്കള് കാണരുത്. സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് പോലും മക്കള് കാണരുത്. കണ്ടാ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്കെല്ലാം തിരിയുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.